കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ മുഴുവൻ ദുബായ്ക്കാരൻ കലങ്കിച്ചു കൊണ്ടുപോകും. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ദുബായ്ക്കാരെ ഭയങ്കര ദേഷ്യമുണ്ട്. മലമ്പുഴയിലേക്ക് പോയിട്ട് ഇറങ്ങി. എനിക്ക് അവളോട് പറയാനൊന്നും അറിയില്ല, എന്താ പറയേണ്ടതെന്ന്. അവൾക്ക് എന്നോടും പറയാൻ അറിയില്ല. ചുറ്റും നിൽക്കുന്ന ഒരുപാട് കാമുകിയമാന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ മലമ്പുഴയിൽ കറങ്ങാൻ പറഞ്ഞ് അവർ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എനിക്ക് കരച്ചിൽ വന്നു. എനിക്കാവാൻ പറ്റുമെങ്കിൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും ആവാം. കാരണം ഞാൻ ഒരു കഴിവുമില്ലാത്ത ഞാൻ ഇതിൽ വന്നില്ല. ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും ആവാൻ പറ്റും. എന്നെ സംരക്ഷിച്ചത് ആലുവ, എന്നെ വളർത്തിയത് പെരുമ്പാവൂർ എന്നൊക്കെ ഞാൻ മുമ്പേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. ആരോടും ചോദിക്കുകയില്ല, ആരും അഡ്വൈസ് തരാറില്ല, ആരും ഉപദേശവും സ്വീകരിക്കാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാനൊക്കെ അഭിനയിക്കുന്ന സിനിമ ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ വെറുതെ ഇതിൻ്റെ മൈക്കിൻ്റെ മുള്ളിൽ വീണിട്ട് ഭയങ്കരമാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോഴിക്കോടും മലപ്പുറത്തൊക്കെ ആയിട്ട് 10-25 ബേക്കറി തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ. 2026 അത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 63 2-3 വർഷം കൊണ്ട് സെഞ്ചുറി അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള യാത്രകൾക്ക് എങ്ങനെയാണെന്ന് ഉറപ്പിക്കുന്നില്ല. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമമൊന്നുമില്ല. ഇപ്പോഴും ഞാനിപ്പോൾ യങ് ജനറേഷനിലെ ആളോട് പറയുന്നത്, ചെറിയൊരു തകർച്ചയിൽ പതറിപ്പോകരുത്. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് കയറ്റി കൊണ്ടുവരാൻ പറ്റും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഇപ്പം നമ്മൾ മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾക്ക് എന്ത് പ്രായമാണ്, അതാണ് നമ്മുടെ പ്രായം. കലണ്ടർ നോക്കിയിട്ട് പ്രായം തീരുമാനിക്കണ്ട. ഇപ്പൊ നിങ്ങളെ കണ്ണിൽ എന്നൊക്കെ എന്ത് പ്രായം തോന്നിക്കുക, അതാണ് പ്രായം. ഇന്നിപ്പോ ബിസിനസ് നല്ല രീതിയിൽ ടേൺ ഓവർ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ ഒരു ധൈര്യമുണ്ട്. മകളാണെങ്കിലും വൈഫിനാണെങ്കിലും ഉമ്മയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യാതൊരു കുറവും വരുന്നില്ല. ഇനി എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഉള്ളിലുള്ളൊരു മോഹം അതൊന്ന് അയവിറക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറം വരുന്നു എന്ന് മാത്രമാണ്. ഓക്കെ. പക്ഷേ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കണക്ഷനിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, ഈ ഒരു ലോകത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഇക്കനെ ഇങ്ങോട്ട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇക്കയ്ക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കി തരുന്നതും ഒക്കെ ഇവിടെയുള്ള ആരാണ്? അത്യാവശ്യം എനിക്ക് ചാൻസ് കിട്ടുന്നത്, ഞാനൊരു സെറ്റിൽ പോയാൽ അവിടുത്തെ മേക്കപ്പ് മാൻ ഉണ്ടാവും, അല്ലെങ്കിൽ കൊറിയോഗ്രാഫർ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും അടുത്ത സെറ്റിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ, വേണമെങ്കിൽ വിളിച്ചു നോക്ക്. അങ്ങനെയൊക്കെയാണ് ഇതുവരെ കിട്ടി. 21ലേക്ക് എത്തിയത് അങ്ങനെയൊക്കെയാണ്. അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, ചെന്നൈയിലാണ്. അവിടെ വരണം, 2 സീനാണെങ്കിലും 10 ദിവസം നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ പുറകോട്ട് വലിക്കും. അങ്ങനെ പ്രശ്നം എനിക്ക് അത് ബാധിക്കുന്നതുകൊണ്ട് എൻ്റെ കുഴപ്പങ്ങളും കുറേ ഉണ്ട്. ഇപ്പം എൻ്റെ സൗകര്യത്തിൽ ഞാൻ മമ്മൂട്ടി ഒന്നുമല്ലല്ലോ. ഞാൻ പറയുന്ന ലൊക്കേഷനിൽ വന്നിട്ട് മറ്റേ സിനിമ നിർമ്മിച്ചോളാന്നൊക്കെ പറയാൻ ഞാൻ അത്രയും വലിയ ആക്ടർ ഒന്നുമല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. ഇക്ക തന്നെ ചെയ്തിരിക്കുന്ന ഇപ്പോൾ 21 സിനിമകൾ, അതിനപ്പുറം എത്രയോ ഷോർട്ട് ഫിലിംസുകൾ. ഇത് ഇക്ക തന്നെ ഇരുന്ന് കാണുമ്പോൾ സ്വയം എങ്ങനെയൊക്കെ അതിനെ വിലയിരുത്തുന്നത്? ഒരു നടൻ എന്ന രീതിയിലായാലും സംവിധാനത്തിലാണെങ്കിലും അത് കഥ തിരക്കഥയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിലും പുറമേ നിന്നൊരു കാഴ്ചക്കാരനായിട്ടിരുന്ന് കാണുമ്പോൾ സ്വയം എങ്ങനെ വിലയിരുത്തുന്നു? ഒരുപാട് കുഴപ്പങ്ങളെ ഞാൻ കാണാറുള്ളൂ. കാരണം ഞാനൊക്കെ അഭിനയിക്കുന്ന സിനിമ ചെറിയ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ വെറുതെ ഇതിൻ്റെ മൈക്കിൻ്റെ മുള്ളിൽ വീണിട്ട് ഭയങ്കരമാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 10 കോടിയോ 20 കോടിയോ ഇപ്പോൾ 100 കോടിയോ ഒക്കെ എടുക്കുന്ന സിനിമയും ഈ 10 ലക്ഷം 15 ലക്ഷം കൊണ്ട് എടുക്കുന്ന സിനിമയും തമ്മിൽ ഒരുപാട് മാറ്റം. നമ്മൾ അഭിനയം തന്നെ നമ്മൾ പെർഫെക്ഷൻ്റെ കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഷോർട്സ് തന്നെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ ഒരു മൈക്ക് വെച്ചൊരു ഷോട്ടേ എടുക്കുന്നുള്ളൂ. ചെറിയ സിനിമകളിൽ ഒറ്റ ഷോട്ടേ എടുക്കും. അത് 4-5 ആംഗിളിൽ എടുക്കുമ്പോഴേ നമ്മുടെ ആ പെർഫോമൻസ് കിട്ടും. അതിപ്പോൾ ചെറിയ സിനിമകളാകുമ്പോൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമയായിരിക്കും. ഞാൻ മിക്കവാറും അഭിനയിച്ച എല്ലാ സിനിമകളും 10-15 ദിവസം കൊണ്ട് തീർക്കുന്ന സിനിമകളാണ്. അപ്പോൾ അത്രയും തീർക്കുമ്പോൾ ഷോർട്ടിൽ വളരെ കുറയും. അപ്പോൾ നമ്മൾ അഭിനയം ശരിക്കും ഫലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങളിൽ എൻ്റെ അഭിനയം പൂർണ്ണമായും ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കിതൊരു വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. എന്നാലും അപ്പോൾ ഓരോ ഇത് കാണുമ്പോഴും ഇക്കയ്ക്ക് ഓരോരോ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്, സ്വയം വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഇന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് മോശമായി, ഇനി ഞാൻ കുറച്ചും കൂടെ അങ്ങനെ സ്വയമാണോ എപ്പോഴും ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ വേറൊരു സുഹൃത്തിനെയോ വേറെ ആരെങ്കിലും ചോദിക്കും, എൻ്റെ സിനിമ അയച്ചു കൊടുക്കും. മറ്റേ എൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഗണ്ടശ, ഗോഡ്സ് ഓൺ പ്ലേയേഴ്സ് ഒക്കെയുള്ള കുറേ സിനിമകളുണ്ട്. അവർക്കൊക്കെ പലർക്കും അയച്ചു അഭിപ്രായം ചോദിക്കും. അവരൊക്കെ പറയാ മേക്കിംഗ് പോരാന്ന് പറഞ്ഞാൽ 15 ലക്ഷം കൊണ്ട് തീർക്കുന്ന പടം 100 കോടി കൊണ്ട് തീർക്കുന്നതിൻ്റെ മേക്കിങ്ങിൻ്റെ ഗുണം കിട്ടില്ലല്ലോ. അപ്പോൾ അത് തന്നെയാണ് അവിടെ തന്നെയാണ് പ്രശ്നം. നല്ലൊരു സിനിമയുടെ ഭാഗമാകുമ്പോഴേ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചെറിയ സിനിമയുടെ ഭാഗമാകുമ്പോൾ അതിൻ്റെ ആ ക്വാളിറ്റിയെ കിട്ടും.
കിട്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ ഒരു അറിവ് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇക്കയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഇതെല്ലാം ഞാൻ എൻ്റെ പറയാം ഞാൻ വരച്ച വരയിൽ തന്നെ എല്ലാം നിൽക്കണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അപ്പോൾ ഇപ്പം കാര്യങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ ഇക്കയ്ക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കുറച്ചും കൂടി ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു കമേഴ്ഷ്യൽ മൂവി, അത് സബ്ജക്റ്റ് എന്തും ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ നല്ലൊരു സ്റ്റാറോ അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടറോ വന്നിട്ട് അങ്ങനെ കുറച്ചും കൂടെ വോളിയം പൈസ ഇട്ടുകൊണ്ട് ഇക്കയുടെ ബിസിനസ് ഇനിയിപ്പോൾ നോക്കി നടത്താൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അല്പ ദൂരത്തേക്ക് മാറിക്കൊണ്ട് അങ്ങനെയൊക്കെ ഇനി ചിന്തിച്ചു നോക്കിക്കൂടെ? ഞാനിപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം ചെറിയ സിനിമകൾ വേണ്ട എന്ന് വെച്ചിട്ട് നല്ല സിനിമകളിലെ ചെറിയ ഭാഗമായി മാറുക എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോഴുള്ളത്. എനിക്ക് നായകനായിട്ട് അഭിനയിക്കണ്ട, നല്ല സിനിമയിൽ ഒരുപാട് പേര് കാണുന്ന സിനിമയിലെ ചെറിയ കഥാപാത്രം മതി. കുറച്ച് പേര് കാണുന്ന സിനിമയിലെ നായകനേക്കാൾ നല്ല ഒരുപാട് പേര് കാണുന്ന സിനിമയിലെ ചെറിയ റോളിൽ അഭിനയിക്കുന്ന ആളാണ് കൂടുതൽ താല്പര്യം. ഓക്കെ. ഈ ഒരു ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്താണ് ഇപ്പം വളരെ കോൺഫിഡൻറ്റോടെയാണ് ഇക്ക നിൽക്കുന്നത്. ഇനി ഇപ്പോൾ പറയുമ്പോഴാണെങ്കിലും വളരെ ലാഘവത്തോടെ ഇന്നിപ്പോൾ ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഇക്കയ്ക്ക് സുഖമായിട്ട് നിർമ്മിക്കാനും പറ്റും. ആ ഒരു ലെവലിലേക്ക് അത് സ്വയം സെൽഫ് ഏൺ മണിയും കൂടിയാണല്ലേ. പക്ഷേ ഈ ഒരു ലൈഫ് ഇക്കേനെ പഠിപ്പിച്ചു തന്നത് മെയിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെയാണ് പഠിച്ചത് ലൈഫിൽ നിന്നും? അല്ല, ബിസിനസ്സിൽ പഠിച്ചത് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ സ്വപ്നം കാണണം. സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ, സ്വപ്നം കാണാതെ നമ്മളെപ്പോഴും നെഗറ്റീവ് അടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ ചിലപ്പം വരെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കോളം കിട്ടുന്ന പോലെ നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആഗ്രഹിച്ചെടുത്ത് എത്തിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കരുത്. ആഗ്രഹിച്ചിടത്തേക്കൊന്നും എപ്പോഴും എത്തൂല, പക്ഷെ ആഗ്രഹിച്ചത് കൊണ്ടാണ് എത്തിയെടുത്തം വരെയെങ്കിലും എത്തിയെന്നുള്ളത് സമാധാനം കിട്ടും. ഓക്കെ. കുഞ്ഞ് റഫീഖിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് തൊട്ട് മുന്നിലെ ഒരു ഹോട്ടലിലോ ചായക്കടയിലോ ഒരു പൊറോട്ടയും ചിക്കൻ കറിയോ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് അവരിലെ യൂസഫലിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് റഫീഖില്ലേ, ആ കുഞ്ഞ് റഫീഖ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി എനിക്ക് ഉറപ്പാണ് ഒരു ഹോട്ടലിൽ പോയിട്ട് അന്തസ്സായിട്ട് ചേട്ടാ വെയിറ്ററിനെ വിളിച്ചുകൊണ്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു അല്ലെങ്കിൽ ഒരു പൊറോട്ടയും ആ ഒരു നിമിഷം ഓർമ്മയുണ്ടോ? അല്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ അങ്ങനെ ജീവിതത്തിൽ അവസാനം അത് നേടിയെടുത്തല്ലോ. അത് നേടിയെടുത്തു. ഇപ്പൊ എനിക്ക് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ചുറ്റും എന്റെ സ്വന്തം ഹോട്ടലാണുള്ളത്. അതെ. ഇപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത് ആ ഫസ്റ്റ് ഡേ സ്വന്തമായിട്ട് നമ്മുടെ ബേക്കറിയിൽ നിന്നും പൈസ വന്നു, പൈസ കിട്ടിയിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വരുമാനം വന്നല്ലോ. ആ സമയത്ത് ഇക്ക പോയിട്ട് ഒരു ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്തത് അതിപ്പോഴും ഓർമ്മയിലുണ്ടോ? ഉണ്ട്. അത് പൈസ വന്ന് ഒറ്റയടിക്കേണ്ട പൈസ കയറിയല്ലോ, പതിയെ ഗ്രാജുവലി. ഇപ്പം ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും പല റെസ്റ്റോറൻറ്റിൽ കയറും, ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറും. പല റെസ്റ്റോറൻറ്റുകൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെയൊക്കെ ഇപ്പം ജീവിതത്തിൻ്റെ സ്റ്റൈലേ മാറി. ഇപ്പോൾ ഒരു സാധനവും നമ്മൾ വില വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പണ്ട് 1 രൂപയുടെ ചരു എന്ന് പറയുന്ന സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഞാൻ ഇപ്പോൾ ഫിഷിൻ്റെ ഷോപ്പിൽ കയറിയാൽ 4000-5000 രൂപയുടെ മീനാണ്. ഒരു സാധനം നോക്കുമ്പോൾ അതിൻ്റെ വില ചോദിക്കാറില്ല, അത് തരാൻ പറയും. ആ ഒരു ലെവലിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തന്നെ അറിയാലോ, ഞാൻ അതിലേക്കൊക്കെ മാറി എന്നുള്ള കാര്യം. അത് ഒരു ദൈവാനുഗ്രഹമാണ്, ശ്രമത്തിൻ്റെ ഫലമാണ്, ഒക്കെയാണ്. ആർക്ക് ശ്രമിച്ചാലും എനിക്കാവാൻ പറ്റുമെങ്കിൽ ഇവിടെ ആർക്ക് വേണമെങ്കിലും ആവാം. കാരണം ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്. ഒരു കഴിവില്ലാത്ത ഞാൻ ഇതിൽ വന്നില്ല. ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ ആർക്ക് വേണമെങ്കിലും ആകാൻ പറ്റും. ഇക്ക ഒരു പക്ഷേ എളിമ കൊണ്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് ഇപ്പം നിരന്തരം പറയുന്നുണ്ട് എനിക്കൊരു കഴിവുമില്ല, ഞാൻ വളരെ ശരാശരിക്കാരനാണ്, അങ്ങനെ പോലും എന്നെ പറയാൻ കൊള്ളില്ല എന്ന് തന്നെ ഇങ്ങനെ പോർട്രേ ചെയ്യുന്ന ഇക്കേനെ കുറിച്ച്. പക്ഷേ അങ്ങനെ ഒരു കഴിവില്ലാത്തവനാണെങ്കിൽ ഇന്നിപ്പോൾ 63 ബേക്കറികൾ, 21 സിനിമകൾ, അതും സ്വയം കൈപ്പടയിൽ കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു. ഇക്കയ്ക്ക് അത് തോന്നുന്നതാണ് അല്ലെങ്കിൽ ഇക്കയ്ക്ക് മനസ്സിലാവുന്നില്ല ഇന്നും ഇക്കയുടെ മഹത്വം എന്താണെന്ന് അല്ലെങ്കിൽ കഴിവെന്താണെന്ന്? എഴുതാനൊക്കെ പ്രേരണ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ദൈവം എല്ലാത്തിനും ചെറിയൊരു കണിക തന്നിട്ടുണ്ടാവുമല്ലോ, എല്ലാ കഴിവുകളും തന്നിട്ടുണ്ടാവും. നമ്മൾ ഏതാണ് ഡെവലപ്പ് ചെയ്തെടുക്കുക അതിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതാനുള്ളൊരു കഴിവും ചിന്തിക്കാനുള്ള കഴിവൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും. ഞാൻ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഒരു കഥ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ക്ലൈമാക്സ് വരെ എത്തിച്ച് മനസ്സിലൊരു കഥ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെ ഉള്ള അങ്ങനെ ഒരു കഴിവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഥ രൂപപ്പെട്ട് ക്ലൈമാക്സ് വരെ എത്തിക്കഴിഞ്ഞാലാണ് എഴുതാനിരിക്കും. ഒരു സിനിമയായിട്ട് കഥ മുന്നിൽ വരും. അത് വന്നതിന് ശേഷമാണ് എഴുതാൻ പേപ്പറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഞാനായിരിക്കുമല്ലോ എഴുതാൻ, ചിലപ്പോൾ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിക്കും, മകളെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എഴുതിക്കാണ് കൂടുതൽ. ഞാൻ എഴുതുന്നതിനേക്കാണെങ്കിൽ കൂടുതൽ ഞാനിങ്ങനെ നടന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒക്കെ എഴുതിക്കാറുണ്ട്. ചിലപ്പോൾ കഥയില്ലാതെ തന്നെ തിരക്കഥയിലേക്ക് പോകാറുണ്ട്. ഞാൻ സിനിമ ആദ്യം മനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കും ഒരു സിനിമ.
ആ സിനിമ എടുത്തിട്ട് ക്ലൈമാക്സ് വരെ എത്തി, അപ്പോൾ സിനിമയായി മനസ്സിൽ, പിന്നെ നമ്മൾ ഒന്നുപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പക്ഷെ അത് സിനിമയുടെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ 63 എണ്ണം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം എറണാകുളത്തെ തന്നെയും ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ തന്നെ പല പല സ്ഥലത്ത് ഇക്കയുടെ ബേക്കറികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ സ്വന്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് തീരെ കഴിവില്ലാത്തൊരു പയ്യൻ ഇതൊന്നും നടക്കില്ലല്ലോ. അതെനിക്ക് കഴിവുണ്ടാവും തോന്നിയിട്ടില്ല. എൻ്റെ കസ്റ്റമർക്ക് എന്നോട് ഞാൻ ആലുവയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ സംരക്ഷിച്ചത് ആലുവ, എന്നെ വളർത്തിയത് പെരുമ്പാവൂർ എന്നൊക്കെ ഞാൻ മുമ്പേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ എൻ്റെ ബേക്കറി വളർന്നതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയില്ല. എളിമ കൊണ്ട് പറയുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നോട് എന്തോ ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്, ആലുവയിലും പെരുമ്പാവൂരിലൊക്കെ ആളുകൾക്ക് എന്നോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും അറിയാം, പലപ്പോഴും എൻ്റെ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ പതിയെ വന്നിട്ട് തിരക്കുണ്ടെങ്കിലും ഒന്നും പറയാതെ തിരക്ക് കഴിയും എന്നെ വിളിച്ചിട്ട് ഇന്ന സാധനം ചീത്തയായിരുന്നു കേട്ടോ തന്നത്, ശ്രദ്ധിക്കട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനവരങ്ങനെ പറയുന്നത്? അവർക്ക് വേണം ഒരു ഇഷ്യൂ ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ ദേഷ്യം ആർക്കാലും വരില്ലേ, ആ ദേഷ്യം എന്നോട് പ്രകടിപ്പിച്ചൂടെ. പക്ഷേ പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എനിക്ക് കുറച്ച് വിശ്വസിക്കുന്നുണ്ട്, എന്നോടൊരു സ്നേഹം അവർക്ക് എല്ലാവർക്കും വാത്സല്യം ഉണ്ട്. ഞാൻ റോഡ് മുറിച്ച് കിടക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ആലുവയിൽ വന്നപ്പോൾ. ആ ആളിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളായി പ്രാപ്തനാക്കിയത് മറ്റാരൊക്കെയോ ആണ്. എൻ്റെ കഴിവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും വിശ്വസിക്കാൻ, ഞാൻ എളിമ കൊണ്ട് പറയുന്നതല്ല, ഞാൻ അങ്ങനെ കഴിവുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഒരുപാട് പേർക്ക് എന്നോട് സ്നേഹമുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഒരു ദൈവം നേരിട്ട് വരില്ലല്ലോ, അങ്ങനെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുൻപ് ചെയ്ത പ്രവൃത്തിയുടെ ഗുണമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്നേഹവും വാത്സല്യവും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റുവട്ടത്തുനിന്ന് ഒരുപാട് ആൾക്കാരുടെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് തന്നെയാണ് ഹോട്ടൽ ബിസിനസ്, പ്രത്യേകിച്ചും ഫുഡ് ഇൻഡസ്ട്രി. അത് ബേക്കറികളിലായാലും ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാലും നമ്മൾ ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര തൊട്ട് മുന്നേ പറഞ്ഞ പോലെ അങ്ങനത്തെ സീനുകളാവാം, ഒരുപാട് ഇഷ്യൂസ് വരും, വേറൊരാളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ബിസിനസ്സിൽ ഇക്കയ്ക്ക് ഇങ്ങനെ വളരെ മൈൽഡായിട്ടുള്ള അനുഭവങ്ങളെ വന്നു പോയിട്ടുള്ളൂ. അല്ലാതെ വലിയ ചാലഞ്ചിങ് ആയിട്ടോ ഭയങ്കരമായിട്ടും മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടില്ലേ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ? ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇഷ്യൂ ഇല്ല, അത് കുറേയൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹത്തോടുകൂടിയാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്ന എനിക്കുണ്ടായി. ഞാനെപ്പോഴും ടെൻഷൻ ഉള്ള ആളാണ്, കാരണം ഫുഡാണ്. ഇപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം ഒരു ദിവസം ഒരു 75 മറ്റേ 1,00,000 പേര് വരെ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കും. ഏതാണ്ട് 1 ലക്ഷം പേര് കഴിക്കും. കാരണം ഒരു 10,000-40,000 സ്നാക്സ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ ഒരു പരിപ്പൂടയിൽ കഴിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 40,000 പരിപ്പൂട വെക്കണ സ്നാക്സ് വെക്കണമെങ്കിൽ 40,000 പേരെങ്കിലും കഴിക്കണം. അങ്ങനെ പല ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ 63 സ്ഥാപനങ്ങളിലുമായിട്ട് എനിക്ക് തോന്നുന്നു 1,00,000 പേരെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ടെൻഷനുണ്ട്. 1,00,000 പേര് എന്നെ വിശ്വസിച്ചുകൊണ്ട് എവിടെ നിന്ന് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാതെ കഴിക്കുന്നുണ്ട്. ആ ഒരു ആത്മാർത്ഥത ഞാനും കാണിക്കണം. ആ ഒരു ടെൻഷനും എനിക്കുണ്ട്. ഇങ്ങനെ ഇത്രയും കാലം പോയി, ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതൊരു ദൈവാധീനമൊക്കെ തന്നെയാണ്. ആ പേരൊന്നും തട്ടാതെ നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ബിസിനസ്സിലേക്ക് ഓരോ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുമ്പോഴായിക്കോട്ടെ, ഓരോ സ്റ്റാഫിനെ എടുക്കുമ്പോഴായിക്കോട്ടെ, മുറുകെ പിടിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാവുമല്ലോ ബിസിനസ്സിൽ. ഇതുപോലെ പേരുകൾ ഇതുവരേക്കും ഒരു കുഴപ്പം വരാതെ പോകുന്നുണ്ട്. അപ്പം ഏതൊരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാലും ഓരോ ബ്രാഞ്ച് തുടങ്ങുമ്പോഴും അവരോട് പറയുന്നത് പ്രത്യേകിച്ചും എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഫസ്റ്റ് ഹൈജീനിക്ക്, പിന്നെ ക്വാളിറ്റി സർവീസ്. ഈ 3 ഘടകങ്ങളാണ് വേണ്ടത്. ഈ 3 ഘടകം ഉണ്ടെങ്കിലും 3 ഘടകം ഉണ്ടോണ്ട് കഴിയില്ല. ഫുഡ് ടേസ്റ്റി ആയിരിക്കണം. ഹൈജീനിക്കുള്ള ഫുഡ് ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല, ക്വാളിറ്റി ഉള്ള ഫുഡും ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല. നല്ല സർവീസ് കൊടുത്താൽ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല. ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഈ 3 കാര്യങ്ങളും ചെയ്യണം. ടേസ്റ്റ് പ്രധാനമാണ്. ഈ 3 കാര്യവും നിലനിർത്തിക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ 63 സ്ഥലങ്ങളിലും എല്ലാ ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ നോക്കുവോ? എങ്ങനെയാ അവിടെയൊക്കെ ഉള്ള ഒരു ഇക്കയുടെ ഒരു മേൽനോട്ടമൊക്കെ? 63 അടുത്തും ഒരു ദിവസം എത്താൻ എനിക്ക് പറ്റില്ല. എന്നാലും 3-4 ദിവസം കൊണ്ട് എല്ലാ ഷോപ്പുകളിലേക്കും ഞാൻ എത്തും. എപ്പോഴും 3-4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇത് ബേക്കറിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഞാൻ എപ്പോഴും ഉച്ചവരെ അവിടെയാണ് ഇരിക്കുക. എല്ലാ ബേക്കറിയിലേക്കും ഒരൊറ്റ 3 പോയിന്റ് ഉണ്ട്. മെയിൻ മറ്റേ കുട്ടമ്പശ്ശേരി എന്ന് പറഞ്ഞാൽ ആലുവയിൽ ഒരു 250 പേര് ജോലി ചെയ്യുന്ന ഒരു
കമ്പനി അവിടെ ഉണ്ട്. പിന്നെ അടിമാലിയുണ്ട്, തൊടുപുഴയുണ്ട് ചെറുത്. അപ്പോൾ ഇതാണ് മെയിൻ. അപ്പോൾ ഉച്ചവരെ എപ്പോഴും ഇവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങും. ഓരോ സ്ഥലത്ത് ഫ്രണ്ടിൽ കൂടെ കയറി കിച്ചണിൽ കൂടെ ഇറങ്ങി പോകും. അപ്പോൾ വേറെ അധികം സമയം നിൽക്കില്ല, ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. രാത്രി 2 മണി വരെ ഇപ്പോഴും ഞാൻ പുറത്തായിരിക്കും. ഓ 2 മണിക്ക് വീട്ടിലെത്ത പണ്ടേ ശീലമാണ്. 2 മണിക്ക് മുമ്പ് വീട്ടിലെത്ത വൈഫ് ചോദിക്കുന്നത് ഇന്നെന്താ നേരത്തെ വന്നിരിക്കണേ എന്നുള്ളത്. അവർ ഉറങ്ങിയതിന് ശേഷം ഞാൻ എപ്പോഴും എത്താറുള്ളൂ. ഓക്കെ, അപ്പൊ 2 മണിക്ക് എത്തി, അപ്പൊ ഉറങ്ങുമ്പോ ഒരു 3 മണിയാവുന്നുണ്ടാവും. രാവിലെ എപ്പോ എണീക്കും? 8 മണിക്കാണ്. ഓ, അപ്പൊ ആ 5 മണിക്കൂറത്തെ ഉറക്കം മതിയാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഉഷാറായിട്ടും ആക്റ്റീവായിട്ടും ഇന്നും നല്ല എന്താ പറയാ യൂത്തിന്റെ ഒപ്പം വൈബും ഒക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന മിസ്റ്റർ റഫീഖ് എന്ന് പറയുന്ന പയ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം ചെല്ലുന്തോറും. എങ്ങനെയാണ് പ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനെയൊക്കെ വെച്ച് ആക്റ്റീവ് ആവാനും ഒരു ദിവസം എങ്ങനെയാണ് യൂഷ്വലി അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ശരിക്കും എല്ലാ ദിവസവും തിരക്കിലേക്ക് പോയാൽ പ്രായം കുറയും. വെറുതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് പ്രായം തോന്നുന്നു. എനിക്ക് 365 ദിവസം ജോലി ചെയ്യുന്ന ആളാണ്. പെരുന്നാളോ ഓണോ വിഷുവോ അങ്ങനെ ഒന്നുമില്ല. ഫുഡായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും വർക്ക് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല. പിന്നെ ശരീരം ഇങ്ങനെയാണ്, പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബോഡി ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രായമാവരുത് എന്നൊരു ആഗ്രഹം കൊണ്ട് കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ പോകണം. നമ്മുടെ മുമ്പിൽ മമ്മൂട്ടി എന്നൊരു വലിയ മനുഷ്യൻ കിടപ്പുണ്ടല്ലോ, വിചാരിച്ചാൽ അങ്ങനെ ആവാന്ന് അദ്ദേഹമാണ് കാണിച്ചത്. നമ്മൾ വിചാരിച്ചാൽ അപ്പൊ അദ്ദേഹമാണ് വിചാരിച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താം വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്, അവിടെയും നിർത്തിയിട്ടില്ലെങ്കിലും. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഇന്നിപ്പോ ചൊക്ലിയിൽ കൂടെ പഠിച്ചു നിന്ന ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ഒരു മകൻ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത് ലുക്ക് വൈസ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പം മറ്റേ പഴയ സ്റ്റുഡന്റ് ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതുപോലെയൊക്കെ വിളിക്കണം, ഒന്ന് ചെല്ലണം അവരുടെ മുമ്പിലേക്ക്. ഞാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെല്ലണം. ഇപ്പൊ അടുത്ത സുഹൃത്തുക്കളേക്കാണ്. അപ്പൊ അവർക്ക് ഒരു 63-64 വയസ്സൊക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ ആ ഒരു ഇതിലാണ് അവരുള്ളത്. ഇപ്പൊ ഞാൻ ഈ ലുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരെയും കാണാറില്ല, അടുത്ത സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ അപ്പോഴെനിക്ക് തോന്നാറുണ്ട് പറയുന്നത് ശരിയാണ്, വലിയ പ്രായമൊന്നും എനിക്ക് കാണുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഓക്കെ, സിനിമകൾ ഇത്രയും ഇഷ്ടപ്പെടുമ്പോൾ മലയാള സിനിമകൾ മാത്രമാണോ കൂടുതലായിട്ടും കാണുന്നത്, അതോ ഏത് ഭാഷയാണെങ്കിലും ഇരുന്ന് ആസ്വദിക്കാറുണ്ടോ? മലയാള സിനിമ ഭാഷ എനിക്ക് അതല്ലേ അറിയൂ. ഓക്കെ, അതുകൊണ്ട് മലയാള സിനിമയാണ് കൂടുതൽ കാണുന്നത്. ഞാൻ ഫസ്റ്റ് അഭിനയിച്ച സിനിമ ഇംഗ്ലീഷ് സിനിമയാണ്, പക്ഷെ മലയാള സിനിമയെ കാണാറുള്ളൂ. തമിഴൊക്കെ കാണുന്നു, അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രം. മനസ്സിലാക്കാനൊക്കെ എപ്പോഴും മലയാള സിനിമ. മലയാളത്തിലല്ലേ നല്ല സിനിമകൾ വരുന്നത് എനിക്ക് തോന്നുന്നു. കഥയും കഥാപാത്രങ്ങളും അഭിനയമൊക്കെ എനിക്ക് തോന്നുന്നു. മറ്റേ ഞാൻ ആക്ടറും കൂടി ആണെങ്കിൽ പറയാൻ പറ്റില്ല, എനിക്ക് തമിഴിലേക്കൊക്കെ പോകേണ്ടതാണ്. എൻ്റെ അടുത്തൊരു തമിഴ് സിനിമ വരാൻ പോകുന്നുണ്ട്, ആഞ്ചലോ എന്ന് പറഞ്ഞൊരു സിനിമ. മിക്കവാറും ഫെബ്രുവരി അങ്ങ് റിലീസാവും. അതിൽ ആഞ്ചലോ ആയിട്ട് അഭിനയിക്കുന്ന ഞാൻ തന്നെയാണ്, തമിഴാണ്. അതിന്റെ കഥ തിരക്കഥയൊക്കെ അല്ല, അതൊക്കെ വേറെ അഭിനയിക്കാൻ വേണ്ടി മാത്രം പോവാണ്. ഓ, സ്റ്റാർ ആയിട്ട് ചെന്നൈയിലേക്ക് പോണു. ഇല്ല, കഴിഞ്ഞു സിനിമ കഴിഞ്ഞു, ഡബിങ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അതിപ്പോ 2 ആഴ്ച മുമ്പ് അതും കഴിഞ്ഞു. അപ്പൊ ഫെബ്രുവരി റിലീസാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമിഴും മലയാളവും കൂടി എടുത്തിരിക്കുന്നത്. തമിഴാണ് ഫസ്റ്റ് റിലീസായെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിൽ ഞാനിപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കുന്നത് അവിടെ എങ്ങാണ്ടൊന്ന് ക്ലിക്കായ അവിടെ കയറി പോവാ, എന്നിട്ട് വേണം അവിടെ ചെന്നിട്ട് അവിടെയും കൂടെ റോയൽ ബേക്കറി ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട്. ഈ റോയൽ ബേക്കറി ഇനിയും ഇതിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് കൂടുതൽ വലുതാക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടോ? ഉണ്ട്, അത് ഒരു വഴിക്ക് അത് പോകണം. അപ്പം ഇപ്പോൾ അനുജന മക്കളുണ്ട്, എനിക്ക് മകളുണ്ട്, അവർക്കും ജീവിക്കാൻ ഇതിൽ നിന്ന് വരുമാനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വരുമാനത്തിന് ബിസിനസ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഒരു ഫാക്ടറി പുതിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഫാക്ടറിയിൽ കോഴിക്കോടും മലപ്പുറത്തൊക്കെ ആയിട്ട് 10-25 ബേക്കറി തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ. 2026 അത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 63 2-3 വർഷം കൊണ്ട് സെഞ്ചുറി അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള യാത്രകൾക്ക് എങ്ങനെയാണെന്ന് ഉറപ്പിക്കുന്നില്ല. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമമൊന്നുമില്ല, വന്നിടത്തോളം സന്തോഷത്തോടെ അത്രേ ഉള്ളൂ. ഇനി വലിയ ഇൻസിഡന്റുകളോ പ്രശ്നങ്ങളോ വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. വളർച്ചയല്ല അതിന് താഴ്ച വന്നാൽ ചിലപ്പോൾ മനസ്സിൽ താങ്ങില്ല. നമ്മൾ വലിയ വളർച്ച ഉണ്ടായിട്ടെങ്കിലും എൻ്റെ ഗ്രാഫ് ഞാൻ 15 വയസ്സ് മുതൽ പതിയെ മുകളിലോട്ടാണ്. അപ്പം അതിനൊരു ഇടിവ് വരരുത്. വലിയ രീതിയിൽ പൊങ്ങിയിട്ടില്ല എങ്കിലും ഇടിവ് വരാതെ പോകണം. ഞാനത് ചോദിക്കാൻ വരെയായിരുന്നു. ഇക്കടെ എനിക്ക് സക്സസ്ഫുൾ ആവണം എന്നുള്ള ആഗ്രഹത്തോടെ ജേണി തുടങ്ങിയതിന് ശേഷം ഇപ്പം ഇത്രയും നേരം മിക്ക പറഞ്ഞപ്പോൾ ഇക്കയുടെ ലൈഫിൻ്റെ ജേണി ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയതായിട്ടാണ് ഞാൻ കാണുന്നത്, നമ്മൾ കേൾക്കുമ്പോൾ എല്ലാം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും മിക്കയുടെ കാൽക്കുലേഷൻ തെറ്റി
ഒന്ന് പതറി താഴേക്ക് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഒരേ താഴ്ചയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആദ്യമായിട്ട് ഞാൻ കട തുടങ്ങിയപ്പോൾ ടോപ്പായി വീണ്ടും ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. വലിയ വളർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും 35 വർഷം കൊണ്ട് 1 നിന്ന് 63ലേക്ക്. അത് വലിയ വളർച്ചയല്ല. ഇടയിൽ നമുക്ക് തന്നെ അറിയാലോ, ഫ്ലഡ്, കൊറോണ, വലിയ ഇൻസിഡന്റ്, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇൻസിഡന്റുകളൊക്കെ നടന്ന് ഈ സമയത്താണ്. പക്ഷെ അപ്പോഴും വലിയ തകർച്ചകൾ എനിക്ക് സംഭവിച്ചിട്ടില്ല. അതൊക്കെ തന്നെ ഞാൻ പറയുന്നത്, ഒരു ദൈവത്തിൻ്റെ ഒരു കാവൽ ഉണ്ടായ ഒരാളാണ്. അല്ലെങ്കിൽ എന്നെപ്പോലത്തെ ആൾ അതിൽ നിന്ന് പിടിച്ച് അതുകൊണ്ട് നശിച്ചുപോയി ഒരുപാട് ഹോട്ടലുകാരും ബിസിനസ്സുകാരും ഉണ്ട്. പക്ഷെ അവിടെ വലിയ തകർച്ച അത് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ തരണം ചെയ്തെടുത്താന്ന് എനിക്കൊരിക്കലും വിശ്വാസമില്ല. അത് എവിടെയൊക്കെയോ ഒരു കാവൽ ആരുടെയൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് അതിലും വലിയ കുറച്ച് ദിവസം പ്രോഫിറ്റ് ഇല്ലാതെ കച്ചവടം പോയി, കുറച്ച് ദിവസം ജോലിക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വന്നു. എൻ്റെ കമ്പനി 2 നില വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. 2 കോടിയോളം രൂപ അതിൽ പോയിട്ടുണ്ട്. ചെറിയ കാശ് ഇൻഷുറൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അത്തരം ഇൻസിഡൻറ്റ് കണ്ട് അതൊക്കെ പെട്ടെന്ന് ഓവർക്ക് ആ ഒരു മനോധൈര്യവും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സമയമൊക്കെ ഞങ്ങൾ 5 സ്ഥലത്തായി പോയിരുന്നു. ഞാൻ കമ്പനിയിൽ അകപ്പെട്ടു പോയി, ചുറ്റും വെള്ളം. ഞാൻ കമ്പനിയുടെ മുകളിലാണ്. അപ്പം അതിൻ്റെ മുകളിൽ പള്ളിയുണ്ട്. ആ പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ കുറച്ച് ജോലിക്കാരും. അനിയൻ വീട്ടിലേക്ക് പോയപ്പം അവിടെയായി, എറണാകുളത്താണ്, അവിടെയായി. പെങ്ങൾ ഇടയപ്പുറത്തായിരുന്നു, പെങ്ങന്മാർ. അങ്ങനെ പല ധ്രുവങ്ങളിലായിപ്പോയി എല്ലാവരും അനുഭവിച്ച പോലത്തെ വലിയ പ്രതിസന്ധികളും കരച്ചിലും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്യാനുള്ള നമുക്കെന്ത് ഒരു ഈ താഴ്ച വന്നാൽ അത് കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ചോദിച്ചാൽ കയറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ പള്ളിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കമ്പനിയുടെ 2 നില, കാരണം എൻ്റെ ജീവിതമാണ് ഫാക്ടറി, 10-200 പേര് ജോലി ചെയ്യുന്നത്, അത് 2 നില മുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, ആകെ വിഷമമുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കുടുംബം ആരുമില്ല, വെള്ളത്തിന് നടുക്കാണ്. അപ്പോഴത് നോക്കിയിട്ട് വിചാരിച്ചാൽ നമുക്കത് കയറ്റിയെടുക്കാൻ പറ്റും, ശ്രമിക്കാം, കയറ്റിയെടുക്കാം എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാനിപ്പോൾ യങ് ജനറേഷനിലെ ആളോട് പറയുന്നത്, ചെറിയൊരു തകർച്ചയിൽ പതറിപ്പോകരുത്. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് കയറ്റി കൊണ്ടുവരാൻ പറ്റും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയാലാണ് നമ്മൾ തകർന്നു പോവുക. അത് നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ചെറിയ വിജയമാണെങ്കിലും ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ പറയും. ഇക്കയ്ക്ക് ഇങ്ങനെ ലൈഫിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഫേസസോ വന്നപ്പോഴൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നീ എന്ന ഈ ഒരു വഴി സെലക്ട് ചെയ്യുക, ഈ റൂട്ടിലൂടെ പോ എന്ന് അഡ്വൈസ് ചെയ്ത് തരാൻ കൂടെ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കൂടുതൽ ഉണ്ടായിട്ടില്ല. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കൂടെയുണ്ട്. ഒരുപാട് എൻ്റെ ബിസിനസ്സിൻ്റെ നന്മയിൽ അതുപോലെ ഒരാളെ പേര് മാത്രം എടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ പേര് സുഹൃത്തുക്കൾ, ഞാൻ പൊതുവേ പറഞ്ഞല്ലോ, എല്ലാവരുടെയും സ്നേഹവാത്സല്യ സംരക്ഷണത്തിൽ വളർന്നത് കൊണ്ടാണ് ഞാനായത്. ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറ്റില്ല. എൻ്റെ കുടുംബമായിട്ട് ആലോചിക്കാനും എനിക്ക് അഡ്വൈസ് തരാൻ പറ്റിയൊരു ഫാമിലി ഒന്നും ഉണ്ടായില്ല. ഞാൻ എപ്പോഴും തന്നിഷ്ടക്കാരൻ എന്നുള്ള ഞാൻ തീരുമാനിച്ച് ഞാൻ പ്രവർത്തിക്കാറാണ്. ആരോടും ചോദിക്കുകയില്ല, ആരും അഡ്വൈസ് തരാറില്ല, ആരും ഉപദേശവും സ്വീകരിക്കാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനിയൻ എൻ്റെ ബിസിനസ്സിലുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതെന്താ ആരും അഭിപ്രായം പറയുന്നത് ഇഷ്ടമല്ലേ? അങ്ങനെ ജീവിച്ചൊരാളായിരിക്കും ഞാൻ. പക്ഷേ ഞാനായിട്ട് കെട്ടിപ്പടുത്ത അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എൻ്റെ മനസ്സിലൊരു കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വേറൊരാൾ കയറി ഇടപെട്ടിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്തുകൂടെ വെച്ചാൽ എനിക്ക് ആ കൺഫ്യൂഷനാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഫാമിലിയോടായാലും പറയും, ഞാൻ തീരുമാനിച്ചൊരു കാര്യം ഞാനങ്ങനെ ചെയ്തോളൂ. ചിലപ്പം അവർ ഉദ്ദേശിച്ച വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, എങ്കിലും അത് ഇതുവരെ പരാജയത്തിലേക്ക് പോയിട്ടില്ല. അതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്ന് ഒരിക്കലും ബാധിക്കാത്ത ആളാണ്. എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് കൊണ്ട് അത് ശരിയാണെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു, എനിക്ക് ഈ പഠിത്തത്തോട് ഈ പഠിത്തത്തിൻ്റെ സംവിധാനത്തോട് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് ശരിയാണെന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കങ്ങനെ തോന്നി. എനിക്ക് തോന്നിയത് സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് മുഗളന്മാരുടെ ഭരണപരിഷ്കാരമല്ല. ഒരു വെണ്ട വിത്ത് നടത്തിയ എത്ര ദിവസം കൊണ്ട് ഒരു തെങ്ങ് നട്ടാൽ ഏതാണ് ലാഭം, അതൊക്കെ പഠിപ്പിക്കലാണ് സ്കൂളിൽ നിന്ന് വേണ്ടെന്ന് ചിന്തിച്ചവനാണ് ഞാൻ. അത് ശരിയാണെന്ന് ഞാൻ പറയൂല, പക്ഷെ എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. ഓക്കെ. പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു അബദ്ധങ്ങളോ ഒരു പാളിച്ചകളോ വരുമ്പോൾ മറ്റുള്ളവർ ഉപദേശം നമ്മൾ ചിലവരൊക്കെ എടുക്കാറുണ്ടല്ലേ? അങ്ങനെ ഉപദേശം എടുക്കുമ്പോൾ അത് ചിലപ്പം അവരുടെ ലൈഫിൽ നല്ല രീതിയിലേ വരാറുള്ളൂ. അപ്പോൾ ഇക്കയ്ക്കത് ഓക്കെ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അബദ്ധം പറ്റി, എന്നാൽ മറ്റൊരാളുടെ ഉപദേശം എടുത്തേക്കാം എന്ന് പോലും തോന്നാറില്ലേ?
അങ്ങനെ ഒരാളുടെ പേര് പറയാനില്ല അങ്ങനെ ഉപദേശിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട്. ഞാൻ എടുത്ത തീരുമാനത്തിന് മറ്റൊരാളെ കൈകടത്താൻ സമ്മതിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരെയും ഞാൻ കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോഴും എൻ്റെ ബിസിനസിന്റെ പല ഡെവലപ്മെന്റുകാരും എൻ്റെ മാനേജേഴ്സുമായിട്ടും ഒക്കെ കൂടി ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. അല്ല അങ്ങനെ ആരെയും എല്ലാവരെയും തട്ടിക്കളഞ്ഞ് എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നില്ല. പക്ഷെ ഒരു സ്ഥാപനം പണിയുമ്പോഴായാലും അത് മറ്റൊരാൾ ഇടപെടാതെ എനിക്കൊരു വിഷൻ ഉണ്ട്, ആ വിഷനിലൂടെയാണ് അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ഒന്നും പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അതെ, പ്രത്യേകിച്ച് പണ്ട് കുറച്ച് കൂടുതലാണ് ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ചുക്ലി നാട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ നിന്നും ഇവിടെ വന്ന് ആലുവയെ വന്ന് കുറച്ച് ബിസിനസ്സൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ബിസിനസ്സിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പാണെങ്കിലും ദുബായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി, ഒരു കൾച്ചർ തന്നെയായിരുന്നു. പയ്യനായി ഒന്ന് പച്ച പിടിച്ചു എന്ന് കാണുമ്പോഴത്തേക്ക് ദുബായിലേക്ക് കൊണ്ടുപോകും, പ്രവാസിയാക്കാനായിട്ട് കൊണ്ടുപോകും. അത് ഇടയ്ക്ക് പറഞ്ഞു കൊണ്ടുപോകാൻ പോലും എന്നെ പറ്റുന്നില്ല, കാരണം ഞാൻ അത്രയും പോലും പഠിപ്പിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് കാണുന്ന ഒരു രീതിയാണ്, അവിടെ പോയിട്ട് എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ പോലും ഒരു അറ്റംപ്റ്റ് നടത്താൻ പോലും ദുബായിക്കൊന്നും പോയിട്ട് പോലും ഇല്ലേ? ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രവാസി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതാണ്. പ്രവാസി അവരെ ഒരു സിമ്പതിയോടുകൂടെ കാണാനും തുടങ്ങിയത് ഈ പുതിയൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു. ഒരു 2010 ശേഷമാണ് അവരെ പ്രവാസിയെന്നും അവർ അവിടെ അധ്വാനിക്കുന്നുണ്ട് എന്നും. ശരിക്കും ഈ 2010 ശേഷം അവിടെ വലിയ പ്രശ്നങ്ങളില്ല. പണ്ടൊക്കെ ദുബായി പോകാന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ബസ് കയറ്റി ബോംബെയിൽ പോയി ബോംബെയിൽ നിന്ന് 1-2 മാസം കഴിയുമ്പോൾ ചവിട്ടി കയറ്റി അങ്ങനെയൊക്കെ ദുബായിലേക്ക് പോയി ചിലപ്പോൾ 4-5 വർഷം കഴിയുമ്പോഴേക്കേ വരൂ. അന്ന് അവരെ വിളിച്ചിരുന്ന ഇവർ ദുബായിക്കാരെന്നാ. അന്ന് മറ്റേ സഹതാപത്തോടെ അവർ കണ്ടിട്ടില്ല. ഇന്ന് ശരിക്കും അത്രയും ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെ തലശ്ശേരിയിൽ നിന്ന് ആലുവയിലേക്ക് വന്നാൽ 1 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പോവാം. ഇന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ അത്രയും കൂടി ഇല്ല. രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ആൾക്കാരുണ്ട്, മാസം പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ഇപ്പോൾ എല്ലാവരും ഫാമിലിയെ കൊണ്ടുപോയിട്ട് അവിടെ സെറ്റിൽഡ് അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡ് അങ്ങനെയൊക്കെയാണ്. പഴയ രീതിയിലുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാരില്ല. പക്ഷെ ഇപ്പോഴാണ് ആൾക്കാരെ പ്രവാസി എന്ന് പറഞ്ഞ് സിമ്പതിയോടെ കാണുന്നത്. പണ്ട് ദുബായിക്കാരെന്ന് പറഞ്ഞിട്ട് പണ്ട് സത്യം പറയാന്ന് വെച്ചാൽ ഈ ദുബായിക്കാരെ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ളൂ. പണ്ടേ ഒരു ഐ ബി ശശിയുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വിലപേശി നിൽക്കുമ്പോൾ ദുബായിക്കാരൻ വരുമ്പോൾ എല്ലാവരും മാറ്റി അവനെടുത്ത് കൊണ്ടുപോകും. അത് ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിൽ ശരിയായിരുന്നു. ശരിക്കും ദുബായിക്കാരൻ പക്ഷെ അവൻ 5 വർഷം അവിടെ വെയിൽ കൊണ്ട് പണിയെടുത്തിട്ട് 1 മാസം ആഘോഷിക്കാൻ വരുന്ന. പക്ഷെ ഈ ആഘോഷിക്കാൻ വരുന്നവനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. 1 മാസം ആഘോഷിക്കുമ്പോൾ വീണ്ടും പോയിട്ട് 5 വർഷത്തെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല. അവൻ്റെ 1 മാസത്തെ ആഘോഷം വീടിയ ഈ ആഘോഷം നമ്മളെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഈ വിവാഹ മാർക്കറ്റിൽ ഞാനൊക്കെ ഒരു കല്യാണം ആലോചിക്കുന്നത് ഒരു 80-85 കാലഘട്ടമൊക്കെയാണ്. എൻ്റെ ഒരു 80-85 21-22 വയസ്സായ കാലം. അന്ന് ദുബായിക്കാർക്ക് മാത്രമേ പെണ്ണിടാറുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രണയമൊന്നും ഇല്ലെങ്കിലും മിക്സഡ് ക്ലാസ്സാണ്. ക്ലാസ്സിൽ ഒരു 5-6 പെൺകുട്ടികൾ കാണാൻ രസമുള്ള. അപ്പം അവരോട് സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് സ്കൂളിൽ പോകാൻ ആവേശം, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ആകെ സ്കൂളിൽ പോകുന്ന അവരായിട്ടൊക്കെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ സ്കൂളിലുണ്ടാവും. 8-9 പഠിക്കുമ്പോൾ 2 ആഴ്ച ഒരു പെൺകുട്ടിയെ കാണൂല. അപ്പോൾ എന്ത് പറ്റി വെക്കുമ്പോൾ അവളൊരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ റോഡിലേക്കൂടെ പോകുമ്പോൾ കാറിൽ പോകുന്നതാണ് ഗൾഫുകാരനായിട്ട്. ഈ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ മുഴുവൻ ദുബായിക്കാരൻ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ദുബായിക്കാരെ ഭയങ്കര ദേഷ്യമാണ്, കൈ കിട്ടിയാൽ കൊല്ലാൻ തോന്നും. കാരണം അന്നത്തെ കാലം ഇപ്പം ശരിക്കും 18 വയസ്സാണ് ആ നിയമമൊക്കെ അപ്പോഴും ഉണ്ടെങ്കിലും അന്നൊക്കെ എനിക്ക് തോന്നുന്നു 16-17 വയസ്സിൽ ഇപ്പോൾ കുറേ പേരൊക്കെ തോറ്റ് ഈ കാണാൻ അധികവും പഠിക്കുന്ന കുട്ടികളൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് തന്നെ 17-18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കുട്ടികളെ കംപ്ലീറ്റ് അവസാനം 10ാം ക്ലാസ് പരീക്ഷയിൽ എത്തുമ്പോൾ കാണാൻ കൊള്ളാവുന്ന ഒറ്റ പെൺകുട്ടികൾ ക്ലാസ്സിലുണ്ടാവില്ല. എക്കത്തിന് ദുബായിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വെറുപ്പ് കാരണം ഇക്കയ്ക്ക് ദുബായിക്ക് പോകാനും തോന്നിയിട്ടില്ലേ? ദുബായിക്ക് പോകേണ്ട ക്വാളിറ്റി എനിക്കില്ല എന്ന് പറഞ്ഞാൽ ദുബായിക്ക് പോകാതിരുന്നത്. പിന്നെ ഇങ്ങോട്ട് 15 വയസ്സിൽ ഇങ്ങോട്ട് പോന്നു, ഇവിടെയായി. ദുബായിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, എടാ 10ാം ക്ലാസ് എങ്കിലും ഇല്ലാണ്ട് അങ്ങ് പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടാണ് പോകാതിരുന്നത്. പക്ഷെ അന്ന് ദുബായിക്കാരൻ ആവാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പല കല്യാണാലോചന വന്നപ്പോ വേണ്ട ഞങ്ങൾ ദുബായിക്കാരനെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്പോർട്ട് റെഡിയാക്കി വിസ എടുത്തോന്ന് ദുബായിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഇവിടെ വന്ന് പെട്ടു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ. കോഴിക്കോടിന്റെ ഭയങ്കര ദേഷ്യമായിരുന്നു ഞങ്ങൾക്ക്.
അത് വളരെ ഇപ്പൊ അവരെ നമ്മൾ വിളിക്കുന്നത് പ്രവാസി, വളരെ അനുകമ്പയോടുകൂടിയാണ് കാണുന്നത്. അന്ന് അനുകമ്പയൊന്നും കാണിക്കില്ല, പക്ഷെ അന്നായിരുന്നു അനുകമ്പ വേണ്ടിയിരുന്നത്. അന്ന് ശരിക്കും ഒരു മാസം അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്, 5 കൊല്ലത്തെ കഷ്ടപ്പാട് ഇവിടെ ജീവിച്ചു തീർക്കുന്ന വീണ്ടും പോവാണ്. അപ്പൊ ശരിക്കും അന്നാ സിമ്പതി വേണമായിരുന്നു, ഇന്നാ സിമ്പതിയുടെ ആവശ്യമില്ല. ദുബായ് ഇവിടേക്ക് ഒരേപോലെ. ഓക്കെ, ഇനി ഈ സിനിമ മോഹത്തിലേക്ക് വന്നല്ലോ. അത് വന്നപ്പോഴും ഒരിക്കലും സിനിമ എന്താണെന്നോ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്നോ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമോ ഇതൊന്നും ചെയ്തിട്ടില്ല. ബിസിനസ് ചെയ്ത് കുറഞ്ഞ് സെറ്റിലായെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്നു. ഓക്കെ, കഥ എഴുതാം, ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പേപ്പറിലേക്ക് എഴുതിപ്പെടുന്നു, തിരക്കഥയും എഴുതുന്നു. പക്ഷേ ഒന്നും അറിയാത്ത ഒരാളുടെ കൂടെ പോലും അസിസ്റ്റ് ചെയ്തു പോലും ശീലമില്ലാത്ത ഒരു പയ്യൻ എങ്ങനെയാണ് സംവിധാനമൊക്കെ, അതും എത്ര ഷോർട്ട് ഫിലിംസ് ഒക്കെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, അതിലേക്കൊക്കെ എങ്ങനെയാണ് ആ മേക്കിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ മനസ്സിലാക്കിയതും അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ എവിടെ നിന്ന് വന്നേ? ഞാനിതുവരെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ എഴുതിയ കഥ തന്നെയാണ്. എനിക്കെപ്പോഴും കഥ എഴുതുമ്പോൾ ഒരിതുണ്ട്, ഞാൻ മനസ്സിലാദ്യം ഒരു കഥ തുടങ്ങി അതിൻ്റെ ക്ലൈമാക്സും അതിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ ചേർത്തു. ഒരു 30 സീൻ, ഷോർട്ട് ഫിലിമാണെങ്കിൽ 30 സീൻ, ഒരു സിനിമയാണെങ്കിൽ ഒരു 65-70 സീൻ, അത് കറക്റ്റാക്കി വെച്ചിട്ടാണ് ഒരു ക്ലൈമാക്സ് വെച്ചിട്ട് മനസ്സിലാദ്യം സിനിമ സെറ്റ് ചെയ്യും, എന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ, തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെ എടുക്കണം സീൻ ബൈ സീൻ എഴുതിയിട്ടാണ് സിനിമ ഉണ്ടാക്കുക. അങ്ങനെ എഴുതി വെക്കുന്നത്. എൻ്റെ സിനിമ കൊണ്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ സുഖമാണ്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ പരിചയമുള്ള ആൾ വെക്കോട്ടെ, ഞാൻ തീരെ മണ്ടനല്ല. ടെക്നിക്കൽ സൈഡിൽ സംവിധായകൻ ഞാനാണെങ്കിലും അതുമായിട്ട് പരിചയമുള്ള ആളെയൊക്കെ ഞാൻ വെക്കാറുണ്ട്, അസിസ്റ്റ് ചെയ്യാൻ ടെക്നിക്കലി. അങ്ങനെ വരെ ടെക്നിക്കലി അറിയില്ലെങ്കിലും എനിക്ക് ഞാൻ കഥ എഴുതുമ്പോൾ ഇത് വിഷ്വലൈസ് ചെയ്താൽ തിയേറ്ററിൽ വരുമ്പോൾ ഇല്ല സ്ക്രീനിൽ വരുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും, ഇതിൻ്റെ ക്ലൈമാക്സ് ഇവിടെ വരെ എത്തുന്നില്ല. എൻ്റെ മനസ്സിൽ ആ സിനിമ ഉണ്ട്, ഞാൻ സിനിമ കാണണ്ട. ഞാൻ സിനിമ എഴുതുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ വീണ്ടും ഒരു പ്രണയം കണ്ടു. ഈ വീണ്ടും ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ കഥ എഴുതുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത്ര ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പം ഫണ്ടിൻ്റെ മറ്റേ ഷൂട്ടിൻ്റെ ഇത് കാരണം ഞാൻ ഒരാളെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ പറ്റൂല, എന്നാൽ ഒരു 50% എത്തിച്ചു എന്നാണ് തോന്നുന്നത്. അത് ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. വേറൊരാൾ കഥ തന്നിട്ട് സംവിധാനം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് തോന്നി അറിയില്ല. പക്ഷെ അതിനുള്ള ധൈര്യം ആത്മധൈര്യമൊക്കെ ഉണ്ട്. പക്ഷേ ടെക്നിക്കൽ സൈഡിന് എപ്പോഴും ഒരു അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചേ ചെയ്യൂ. വിവരമില്ല എങ്കിലും ചില കാര്യങ്ങളിൽ വിവരമുണ്ട്. ഈ വിവരമില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇക്കയുടെ ഒരു ഭയങ്കര ഒരു സിംപ്ലിസിറ്റിയുടെയോ, എനിക്ക് വിവരമില്ല എന്നുള്ള വിവരം എനിക്ക് ഉണ്ടായാൽ മതി. എളിമയുടെ ഭാഗം മാത്രമാണത്. നമുക്ക് എന്ത് കാര്യമുള്ള നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല, മറ്റൊരാളുടെ ഉപദേശം തേടണം, അതിൽ കാണണം. ആ ഒരു ഇന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു അല്ലാണ്ട് എല്ലാം നമുക്കറിയാം ഞാൻ ചെയ്തോളൂ എന്ന് കരുതാം, അത് വിവരക്കേടാ. അതെ, അത് ഒരു തികഞ്ഞ ഒരു ഓവർ കോൺഫിഡൻസ് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഇക്കടെ വലിയൊരു മനസ്സാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നല്ലൊരു കോൺഫിഡൻസും ഉണ്ട്. അറിയില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക, അറിയുക. എനിക്കത് അറിയില്ലാത്തതാണ് അറിയില്ല എന്ന് പറയാൻ ഒരു രീതിയിലും മടിക്കുന്ന ഒരു വ്യക്തിയും കൂടെ അല്ല. അതുതന്നെയാണ് ഇക്കയുടെ ലൈഫിൽ ഇങ്ങനെ ഇപ്പോഴും ഒരിക്കൽ പോലും ദൈവമേ അങ്ങനെ തന്നെ വരട്ടെ, ഒരു ഡൗൺഫോളോ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതും. അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം, ആശ്വാസം അത് തന്നെയാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടായില്ലെങ്കിലും താഴോട്ട് പോകാതെ പോകുന്നുണ്ട്. ഇക്ക ഇപ്പോഴും പറയുന്നു വലിയ ഉയർച്ചകളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തി ഇക്കനെ കാണുമ്പോൾ അവനെ പോലെയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന എത്രയോ പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളത്രയും കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, തീർച്ചയായിട്ടും ആകാൻ പറ്റും. അതിന് എനിക്ക് ആ കഴിവില്ലല്ലോ ഈ കഴിവില്ലോ നിങ്ങൾ കരുതണ്ട. അതിൻ്റെ എക്സാമ്പിൾ ഞാനാണ്. കഴിവ് വേണമെന്നില്ല, നമ്മൾ അതിയായ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനെപ്പോൾ ഹാർഡ് വർക്ക് എവിടെയോ സന്തോഷ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടാണ്, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുന്നവനാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഉറങ്ങാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ 8 മണിക്കൂറേ ജോലി ചെയ്യും, 8 മണിക്കൂർ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജോലി. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങൾ വിശ്രമം വേണ്ടാന്ന് വെക്കണം, ഇല്ല ഉറക്ക് കുറക്കണം, നിങ്ങളുടെ ജോലി സമയം കൂട്ടണം, നിങ്ങളുടെ ചിന്തകൾ കൂട്ടണം. അങ്ങനെയൊക്കെ കൂടിയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാനോ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോട്ട് സീറ്റിൽ വന്ന് ഇരിക്കാനോ സാധിക്കൂ. നിങ്ങൾ 8 മണിക്കൂർ ഞാൻ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോട്ട് സീറ്റിൽ എത്തില്ല. 8 മണിക്കൂർ എനിക്ക് വിശ്രമിക്കണം എന്ന് പറഞ്ഞാലും എത്തില്ല.
അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ സമയം കൂടെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായ തീർച്ചയായും നിങ്ങൾക്ക് ആവാൻ സാധിക്കും, എത്താൻ പറ്റും. യെസ്, അത് തന്നെയായിരിക്കും മിക്കയ്ക്ക് നമ്മുടെ ഇന്നിപ്പോൾ ഒരു യൂത്തിൻ്റെ അടുത്താണെങ്കിലും ഇന്ന് വരുന്ന തലമുറയുടെ അടുത്തും പറയാനുള്ളൊരു ഉപദേശം എന്ന് പറയുന്നതും ഇത് തന്നെയായിരിക്കും അല്ലേ? അല്ലേ? ഓക്കെ. ഇത്രയും ബിസി ആയിട്ട് ബിസിനസ്സിലും ഇഷ്ടങ്ങളും എല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇക്ക പറയുന്നുണ്ട്, ഇക്കയ്ക്ക് 2 മണിക്കേ വീട്ടിൽ ചെല്ലുള്ളൂ മിനിമം. അപ്പോൾ ഒരു 3 മണിക്ക് ഉറങ്ങി ദിവസം 5 മണിക്കൂർ കൂടുതൽ ഉറങ്ങാനും പറ്റില്ല. 8 മണിയാകുമ്പോൾ 8 മണിക്ക് ശേഷം വീട്ടിലിരുന്നാലും സഫോക്കേഷനാണ്. എങ്ങനെയും ചാടി ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു പറയണു. അപ്പോൾ ഇത്രയും 365 ദിവസം 7 ദിവസവും എല്ലാ ആഴ്ചയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ നിന്നും ഒന്ന് മാറി എനിക്കൊരു ഒന്ന് ഫ്രഷ് ആവണമെന്നോ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നോ അങ്ങനെ ഒരിക്കലും അങ്ങനെ തോന്നാറില്ലേ? ഒരു യാത്രയായിക്കോട്ടെ അങ്ങനെയൊന്നും തോന്നാറില്ല? അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ ബിസിനസ്സിലേക്ക് ഇറക്കിയതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സംസാരിക്കാത്ത ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ വൈഫ് എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ കല്യാണം കഴിച്ചു. അപ്പം നമ്മളെന്താ ഇത് പറയാമെന്നറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മലമ്പുഴയാണ്. വൈഫ് കല്യാണം കഴിച്ചെങ്കിൽ വീട്ടുകാരുടെ ഇടയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വലിയ കൂട്ടുകുടുംബമാണ്, കൂട്ടുമുഖത്തിൻ്റെ അകത്താണ് ആ വൈഫ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളൊരു ടൂർ കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് പോകണ്ടേ. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, പോയില്ല. ട്രിപ്പ് പോകുന്നതുകൊണ്ട് പാലക്കാട് മലമ്പുഴയാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഡ്രൈവറേക്ക് വിട്ടു, വണ്ടി മറ്റേ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് കാറുണ്ട്, വണ്ടിയൊക്കെ വിട്ടു ഒന്ന് മലമ്പുഴയിലേക്ക് പോയി. മലമ്പുഴയിലേക്ക് പോയിട്ട് ഇറങ്ങി. എനിക്ക് അവളോട് പറയാനൊന്നും അറിയില്ല, എന്താ പറയേണ്ടതെന്ന്. അവൾക്ക് എന്നോടും പറയാൻ അറിയില്ല. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ഒരുപാട് കാമുകിയമാന്മാർ, ഭാര്യ ഭർത്താക്കന്മാരും മലമ്പുഴയിൽ കറങ്ങാൻ പറഞ്ഞ് അവർ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എനിക്ക് കരച്ചിൽ വന്നു. അപ്പം ഞാൻ ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കണ്ണാടിയിൽ എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, സംസാരിക്കാത്തൊരു പെൺകുട്ടിയാണ് നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നത്, ഒരുപാട് കഴിവുറവുകളുണ്ട്, വേണമെങ്കിൽ നിനക്ക് അതില്ലാത്തൊരു പെൺകുട്ടിയെ കിട്ടും, ആ പെൺകുട്ടിയിൽ നിന്നും ഇന്നേ കാര്യങ്ങളൊന്നും നിനക്ക് നടക്കില്ല. അപ്പം നീ അന്നേരം അബദ്ധമായും തോന്നരുത്, തീരുമാനം ചെയ്യണം. അങ്ങനെ ഞാൻ ആലോചിച്ച് കണ്ണാടിക്ക് മുമ്പ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും മരണം വരെ ഈ സ്ത്രീ എൻ്റെ കൂടി ആയിരിക്കും എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ച കല്യാണം കഴിച്ചത്. പക്ഷേ ഇങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ വല്ലാതെ ഇതായി. തിരിച്ച് റൂമിലൊന്ന് ബാത്റൂമിൽ കഴിഞ്ഞാൽ കുറേ നേരം കരഞ്ഞു. കാരണം എനിക്കവരോടൊന്നും പറയാൻ പാടില്ല. അതുവരെ ഒരു കല്യാണം കഴിച്ചൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോയത്. അതുവരെ വീട്ടുകാരുടെ ഇടയിലാണ് എനിക്ക് അവളോട് സംസാരിക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് സംസാരിക്കാൻ കാര്യമില്ല. ഈ ഒറ്റയ്ക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം അങ്ങോട്ട് ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അന്ന് തീരെ സംസാരിക്കില്ല, ഒരു വാക്ക് പോലും പറയില്ല, ചെവിയും കേൾക്കില്ല. അപ്പോൾ എങ്ങനെ പറയും? ബാത്റൂമിൽ കയറി കുറേ നേരം കിടഞ്ഞു. പിന്നെ കരച്ചിലൊക്കെ മാറ്റി പോകുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, നീ ഒരു തീരുമാനം എടുത്തില്ലേ? നീ അന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ഒരു തീരുമാനം എടുത്ത് പിന്നെ നീ വിഷമിക്കേണ്ട കാര്യം എന്താ? അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനം എടുത്തുവാണ്, ചിലപ്പോൾ ആ ഒരു ലൈഫുണ്ടല്ലോ എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റില്ല, ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അതങ്ങ് വിടണം, ഫുൾ ടൈം കച്ചവടത്തിലേക്ക് പോകണം. നിനക്കെന്താണോ നേടിയെടുക്കാൻ പറ്റുക അതിനെ ഇൻവോൾവ് ചെയ്യുക. നേടാൻ സാധിക്കാത്തതിനെ ആഗ്രഹിക്കരുത്, നേടാൻ പറ്റുന്നതിൽ ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ ആ സമയം മുതലാണ് ഞാൻ മുഴുവൻ സമയ കച്ചവടക്കാരനായി മാറി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, അതിനെനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, അതിന് വളർച്ചയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തുവരെ ഞാൻ ടൂറ് പോയിട്ടില്ല. ഇപ്പം മകൾ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ മകൾക്ക് ഇതൊക്കെ അറിയാം, എൻ്റെ വിഷമം അറിയാം, അവളുടെ ഉമ്മാക്കളുടെ പരിമിതി അറിയാം, ഞാൻ ടൂറ് പോകാത്തത് എന്താണെന്നറിയാം. പക്ഷേ അവൾ കല്യാണം കഴിച്ചപ്പോൾ അവളും മരുമോനും പോകുമ്പോൾ വൈഫിനെ കൊണ്ടുപോകും, ചിലപ്പോൾ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകും. ഞാൻ പോകാറില്ലെന്ന് അവർക്കറിയാം, അവർ പോകാറുണ്ട്, എപ്പോഴും അവർ നിർബന്ധിച്ച് കൊണ്ടുപോകാറുണ്ട്. ഇപ്പം അവരെ കൂടി എങ്ങാണ്ട് 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്, അല്ലാതെ ഞാനെങ്ങും പോയിട്ടില്ല. എൻ്റെ ഇൻവോൾവ് കംപ്ലീറ്റ് ബിസിനസ്സിലേക്ക്. അപ്പോൾ നമുക്ക് ആഗ്രഹം നടക്കുന്നതേ നമ്മൾ ആഗ്രഹിക്കാവൂ, നടക്കാത്ത അതൊരു ഉപദേശം കൂടിയാണ്. നടക്കില്ല എന്ന് തോന്നുന്നതിനെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ മാനസിക ടെൻഷനും വിഷമവും ഉണ്ടാവും. നമുക്ക് നടക്കുമെന്ന് തോന്നുന്നത് ആഗ്രഹിക്കുക, അതിൽ. അങ്ങനെയാണ് ഞാൻ മുഴുവൻ സമയ കച്ചവടക്കാരനായി മാറിയതും ഈ 24 മണിക്കൂറും വർക്ക് ചെയ്യുക, അല്ല 360 ദിവസവും വർക്ക് ചെയ്യുക എന്നുള്ള ഹാപ്പിനെസ് ഏതിലാണോ കിട്ടുന്നത് അതിലേക്ക് തിരിഞ്ഞതാണ്. അങ്ങനെയാണ് അതിൽ വന്നത്. ഓക്കെ, ഇതിനകത്ത് അപ്പം അത് വിട്ട് അതിനകത്താണ് ഹാപ്പിനെസ്സോ? അവിടെ ഹാപ്പിനെസ് കിട്ടുന്നത് കൊണ്ട് കിട്ടുന്നില്ല എന്നല്ല, മനസ്സിലായി, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആവില്ല. പിന്നെ ഇപ്പം അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഞാൻ അപ്പം 25 വയസ്സും 30 വയസ്സൊന്നും അല്ലല്ലോ, ഞാനൊരു വല്യച്ഛനാണ്, അവളൊരു വല്യമ്മ. ആ രീതിയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്.
ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ കുട്ടികളുടെ വളർച്ച കണ്ട് ആസ്വദിക്കലാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇപ്പം കുടുംബജീവിയാണ്, പണ്ട് കുടുംബജീവിയല്ല. അവരാണ് എൻ്റെ പെറ്റെന്ന് പറയുന്നത്. അവരെ വളർച്ച ഞാൻ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. മറ്റേ എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഏരിയ. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ള ആവശ്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലും ഇപ്പോൾ എൻ്റെ മകളുടെ കുട്ടികൾക്കും എൻ്റെ മകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോൾ ഹാപ്പിയാണ്. ബ്യൂട്ടിഫുൾ. ലൈഫിനെ എന്താ പറയുക, ദൈവം തന്നിരിക്കുന്ന ആ ഒരു ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെല്ലാം നമുക്ക് കിട്ടണം എന്നില്ല. പലപ്പോഴും പലരും ആ കിട്ടാത്തതിനെക്കുറിച്ച് ഓതി ഇങ്ങനെ കരഞ്ഞ് അതിലൂടെ ഇങ്ങനെ എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഒരുപാട് പേരല്ലേ. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു മെസ്സേജ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജാണ്. ഓക്കെ, നമുക്കില്ല, ഒന്നും ചെയ്താലും കാര്യമില്ല, നമുക്ക് കിട്ടില്ല. സോ ചേഞ്ച് യുവർ മൈൻഡ്. നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ടല്ലോ, അതിലൂടെ പോവുക. ലൈഫിനെ ഹാപ്പിനെസ് ഒന്നിൽ മാത്രമല്ല ഹാപ്പിനെസ് കിട്ടുന്നത്, പല വഴികളുണ്ടല്ലോ. ഒന്ന് കിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കരുത്. അത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചൊരു കാര്യമാണ്, അതങ്ങനെ തുടർന്ന് പോകും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും കാര്യം ചായക്ക് മധുരമില്ലാത്തതിന് ഡൈവോഴ്സ് നടക്കുന്ന കാലഘട്ടമാണ് അതെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ചിലപ്പോൾ അഭിമാനം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും കാലം എനിക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റി. അതെ, കാരണം തുടക്കത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ചെവി കേൾക്കും കൂടി ഇല്ലല്ലോ. അപ്പം നമ്മൾ പറയുന്നത് പറ്റില്ല, സൈൻ ലാംഗ്വേജിലൂടെ മാത്രം വേണം കമ്മ്യൂണിക്കേഷൻ. അതൊന്നും ശീലമില്ലാത്ത കാര്യവും കൂടെ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇന്നത്തെ ഇപ്പൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ നിസ്സാരമായിട്ട് ഇന്നിപ്പം ഡിവേഴ്സ് ചെയ്ത് പോകേണ്ട കേസുകളാണ്. പക്ഷെ അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു. ഇന്നും നിങ്ങളുടെ റിലേഷൻ വളരെ സ്ട്രോങ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നത്. അതൊക്കെ എനിക്ക് വളരെ നല്ലൊരു വൈഫാണ് കേട്ടോ അവർ. അന്നത്തെ കാലത്ത് പറ്റിയില്ല എന്നുള്ളൂ. ഇപ്പം ഇന്നത്തെ ഇപ്പോൾ നമ്മളൊക്കെ വല്യച്ഛനും വല്യമ്മയായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള എന്നെക്കുറിച്ച് മാത്രം, എന്നെയും എൻ്റെ മകളെയും എൻ്റെ മകളുടെ കുട്ടികളെയും കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന, എൻ്റെ ഉമ്മയൊക്കെ പണ്ട് ചിന്തിച്ച പോലെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. നല്ലൊരു വൈഫിനെ കിട്ടി അല്ലേ? തീർച്ചയായും. ബ്യൂട്ടിഫുൾ. വിത്ത് ദാറ്റ് ആ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജോട് കൂടി തന്നെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പേ വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് സൈഡ് വഴി പോകണം. പക്ഷെ അതിനെക്കാട്ടിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നല്ല ഒരു സിനിമയുടെയും കൂടെ ഭാഗമാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുതന്നെയായിരിക്കും മുന്നിൽ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലേ? ഒരു നടനായി, ഒരു ബിസിനസ്സുകാരനായിട്ട് ഞാൻ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ആക്ടറായിട്ട്, ഒരു നടനായിട്ട് നാലാളെ മുന്നിൽ അറിയണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ദൈവം നടത്തി തരുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയും പോയിട്ട് ഒരു ആക്ടിങ് പഠിക്കാനോ, ഒരു ആക്ടിങ് സ്കൂളിൽ പോവുകയോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാവാനോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? സിനിമയിൽ അവസരം തരുമ്പോൾ അവർ ക്ഷണിക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ട്, അതിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയല്ല, ഈ മെയ്വഴക്കം കിട്ടാൻ വേണ്ടി ഡാൻസ് പഠിക്കാൻ വേണ്ടി തയ്യാറാണോ? നമ്മൾ പ്രായം എന്ന് പറയുന്നത് പ്രായമായതുകൊണ്ടേ മരിക്കുന്നുണ്ടോ? ചെറുപ്പക്കാർ ഇഷ്ടംപോലെ മരിക്കുന്നുണ്ട്. അസുഖം പ്രായമായവർക്കേ വരുന്നുണ്ടോ? ഇല്ലാത്തവർക്ക് വരുന്നു. അപ്പോൾ ഈ മരണത്തിനോ അസുഖത്തിനോ ഒന്നും പ്രായം ഒരു പ്രശ്നമേ അല്ല. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾക്ക് എന്ത് പ്രായമാണ്, അതാണ് നമ്മളെ പ്രായം. കലണ്ടർ നോക്കിയിട്ട് പ്രായം തീരുമാനിക്കണ്ട. ഇപ്പൊ നിങ്ങളെ കണ്ണിൽ എന്നൊക്കെ എന്ത് പ്രായം തോന്നിക്കുന്നത്, അതാണ് പ്രായം. ഒരു സംവിധായകൻ എന്നെ കാണുന്ന പ്രായം നോക്കിയാൽ മതി. എന്നോട് വെള്ളത്തിലെ പ്രജേഴ്സൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനവിടെ ഓഡീഷന് പോയപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് 57 വയസ്സം കണ്ടാണ്. ഞാൻ 57 വയസ്സാണ് എഴുതി കൊടുത്തത്. അപ്പം എന്നെ ക്യാരക്ടർ സെലക്ട് ചെയ്തത് ജയസൂരിയുടെ അമ്മാവനായിട്ടാണ്. ലൊക്കേഷനത്തിൽ പുള്ളി പറഞ്ഞു 57 വയസ്സെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മാവനായത്. ആ ജയസൂരിയുടെ കൂട്ടുകാരനായിട്ട് റഫീഖിന് പറ്റുമായിരുന്നു. പക്ഷെ 57 വയസ്സുകാരൻ അങ്ങനെ കൂട്ടുകാരനാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ തോന്നി അത് മതിയായിരുന്നു എന്നുള്ളത്. പക്ഷെ മറ്റേ കാര്യത്തിൽ നല്ല ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഒരു സംവിധായകൻ ഞാൻ പറയുന്നത് എൻ്റെ പ്രായം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്ത് പ്രായമാണോ എനിക്ക് കാണുന്നത് ആ പ്രായത്തിലേക്ക് എടുക്കും. ഇപ്പൊ 2026 തന്നെ ആഗ്രഹിക്കുന്ന പോലത്തെ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം, അതും നല്ലൊരു ടീമിന്റെ കൂടെ ആ ഒരു ശ്രദ്ധിക്കുന്ന കഥാപാത്രം ഇക്കനെ തേടി എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ, നല്ലൊരു ആശംസയോടുകൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് കാണാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇതേപോലെ ഞാൻ ഇക്കയുടെ മൂവിയുടെ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു ഇൻ്റർവ്യൂയിലൂടെ തന്നെ ആവട്ടെ ഞാൻ ഇക്കനെ കാണാൻ പോകുന്നത്. തീർച്ചയായും എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളതാണ്,
ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോഴും നിങ്ങളെപ്പോലത്തെ ആളും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതിന് ഒരുപാട് സന്തോഷവാനാണ് തീർച്ചയായിട്ടും. ഞാൻ എളിമോട്ട് പറയുന്നൊന്നുമല്ല, അത്രയും നിങ്ങളൊന്നും ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരാളായി എത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, വെറുതെ പറയുന്നില്ല. അപ്പം എനിക്കും ആഗ്രഹമാണ് നല്ലൊരു ടീമിൻ്റെ കൂടെ. എനിക്ക് നായകനായിട്ടോ വലിയൊന്നും വേണ്ട, 1 2 രീതി 4 ആൾ കണ്ടാൽ ഇന്ന് സിനിമയിലുള്ള ആളല്ലേ, ഇങ്ങനെയുള്ള ആളല്ലേ എന്ന് പറയുന്ന ഒരാളായി മാറണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഈ ഇന്റർവ്യൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നടക്കും. സോ എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്. തീർച്ചയായും.